5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. കൊച്ചിയുടെ തീരത്തും ബേപ്പൂർ കടപ്പുറത്തും 2 കപ്പലുകൾ അപകടത്തിലുണ്ടായി. ഒന്ന് കത്തിപ്പോയി, ബേപ്പൂരിൽ കത്തിപ്പോയി. കൊച്ചിയിലാണെങ്കിൽ കണ്ടെയ്നറുകളിൽ നിന്ന് വസ്തുക്കൾ പുറത്തു വന്നു, കണ്ടെയ്നറുകൾ മറിഞ്ഞു. ഇത് രണ്ടിനെയും സംബന്ധിക്കുന്ന അക്കാഡമിക്കായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഈ രാജ്യത്തെ നിയമങ്ങൾ? കേസെടുക്കാൻ പറ്റുമോ, കേസെടുക്കാൻ പറ്റാത്ത നിയമങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, കടലിനെ വിവിധ രൂപത്തിൽ തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ കിലോമീറ്റർ കണക്കാക്കി തിരിച്ചിട്ടുണ്ട്. ഓരോ നോട്ടിക്കൽ മൈൽ എന്നാണ് പറയുന്നത്. നമ്മൾ സാധാരണ മൈൽ, കിലോമീറ്റർ, ഇഞ്ച്, സെൻറ്റിമീറ്റർ എന്നൊക്കെ മില്ലിമീറ്റർ എന്നൊക്കെ പറയുന്ന പോലെ ഓരോ വസ്തുക്കൾ, ദ്രാവക വസ്തുക്കൾ അളക്കുന്നത് ലിറ്ററിലാണ്, ഖരവസ്തുക്കൾ അളക്കുന്നത് നമ്മൾ ഗ്രാമിലാണ്, പിന്നെ നീളം അളക്കുന്നത് നമ്മൾ കിലോമീറ്ററിലാണ്, അല്ലെ മീറ്ററിലാണ്, പിന്നെ മൈലിലാണ്, ഇങ്ങനെ പല രൂപത്തിലാണ്. അങ്ങനെ കടലിൽ എഴുതി വച്ചിരിക്കുന്ന, അല്ലെ കടലിനെ കുറിച്ച് പഠിക്കുമ്പോൾ നോട്ടിക്കൽ മൈൽ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ 1.8 സംതിങ് കിലോമീറ്റർ വരും ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ 100 നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ 1800. അപ്പോൾ 1.8 അല്ലേ, അപ്പോൾ 1180 അങ്ങനെ നമുക്ക് വരും. അപ്പോൾ അതനുസരിച്ചുള്ള കിലോമീറ്റർ ഇങ്ങനെ കണക്കാക്കി എടുക്കാൻ പറ്റും. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെയും ലോകത്തിലെ നിയമങ്ങളനുസരിച്ച് 12 നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ ഒരു 22.224 കിലോമീറ്റർ വരെ ഉള്ളതിന് സംസ്ഥാന പോലീസിന് കേസെടുക്കാം. തീരദേശത്തോട് അടുത്ത് കിടക്കുന്നത്, കാരണം അവിടെ മത്സ്യത്തൊഴിലാളികളെ ബാധിക്കും, തീരത്തെ ബാധിക്കും. അങ്ങനെ അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് തന്നെ കേസെടുക്കാം. MSC എൽസ 14.6 കിലോമീറ്റർ, അതായത് 27 കിലോമീറ്റർ അകത്താണ് ഇത് സംഭവിച്ചത്, കടൽ തീരത്ത് നിന്ന്. അപ്പുറത്ത് ബേപ്പൂരിൽ വാൻഹായി 503 സംഭവിച്ചതാണെങ്കിൽ 83 നോട്ടിക്കൽ മൈൽ അകത്താണ് എന്ന് പറഞ്ഞാൽ ഒരു 153.716 കിലോമീറ്റർ അകത്താണ് സംഭവിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിന് കേസെടുക്കാൻ പറ്റില്ല. ഞാൻ ബാക്കി വരാം, വീഡിയോ മൊത്തം നിങ്ങൾ കേൾക്കണം. രണ്ടാമത് ഇന്റേണൽ വാട്ടർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അത് കഴിഞ്ഞാൽ അത് രണ്ടാമത്തെ വിഭാഗം, ഈ 12 കിലോമീറ്ററിന് അപ്പുറമുള്ള വിഭാഗം, നോട്ടിക്കൽ മൈലിന് അപ്പുറമുള്ള വിഭാഗം. അത് കഴിഞ്ഞാൽ ടെറിട്ടോറിയൽ സോണുണ്ട്, മത്സ്യവും ക്രമസമാധാന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലെ കാര്യത്തിലും കേസെടുക്കാൻ പറ്റും. പിന്നെ എക്സിക്യൂട്ടീവ് സോണുണ്ട്, എക്സ്ക്ലൂസീവ് സോണുണ്ട്. ഒരു 200 മൈൽ വരെ ഉള്ള എക്സ്ക്ലൂസീവ് സോണുണ്ട്, 200 നോട്ടിക്കൽ മൈൽ വരെയുള്ള എക്സ്ക്ലൂസീവ് സോണുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ കണ്ടിജൻസി സോണുണ്ട്. അവിടെയും സർക്കാരിന് ചെറിയ നിയന്ത്രണമുള്ള ഒരു 24 നോട്ടിക്കൽ മൈൽ, നോട്ടിക്കൽ മൈൽ വരെയുള്ള, കിലോമീറ്റർ അല്ല നോട്ടിക്കൽ മൈൽ വരെയുള്ള പ്രദേശം, 44.4 കിലോമീറ്റർ വരെയുള്ള സ്ഥലത്ത് സംസ്ഥാന സർക്കാരിന് നിയന്ത്രിതമായ അധികാരമുണ്ട്. 200-ന് പുറമെ ആണെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ 5 തരത്തിലാണ് തിരിച്ചിരിക്കുന്നത്. ഒരു ഇന്റേണൽ വാട്ടർ അല്ലെങ്കിൽ തീരത്തടുത്തുള്ളത്, ടെറിട്ടോറിയൽ സോൺ എന്ന് പറയുന്ന ഭാഗം, എക്സ്ക്ലൂസീവ് സോണ്, അതുപോലെ തന്നെ കണ്ടിജൻസി സോണ്, പിന്നെ നമ്മുടെ ഏറ്റവും ലാസ്റ്റുള്ള സോൺ. അങ്ങനെ 5 സോണായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു നിയമവശം. പക്ഷേ 2016 കേന്ദ്ര സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നു. 200 കിലോമീറ്ററിനകത്താണെങ്കിൽ, നേരത്തെ 12 കിലോമീറ്റർ കിടന്ന സ്ഥലത്ത് നിന്ന് 200 കിലോമീറ്ററിനകത്താണെങ്കിൽ കേസെടുക്കാം എന്നുണ്ട്. ആ ഒരു നിയമം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ കേസെടുപ്പ് നടന്നിട്ടുള്ളത്. നമ്മുടെ കൊച്ചി MSC കപ്പലിൻ്റെ കേസെടുപ്പ് നടന്നത്. ഇനി ഭാരതീയ ന്യായ സംഹിത, അതായത് നേരത്തെ ഉള്ള നമ്മുടെ CRPC, ഇന്ത്യൻ IPC ഒക്കെ പോലുള്ള, അതിൻ്റെ പേര് മാറ്റിയല്ലോ, അതിൻ്റെ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് 282, 125, 324 വകുപ്പുകൾ പ്രകാരം 27 വകുപ്പുകൾ പ്രകാരം കേസുകൾ എടുക്കാവുന്നതാണ്. 327 27 വകുപ്പുകൾ പ്രകാരം കേസെടുക്കാവുന്നതാണ്. പിന്നെ പരിസ്ഥിതി നിയമത്തിലെ 7, 8, 9, 15 നിയമപ്രകാരവും കേസെടുക്കാവുന്നതാണ്. അപ്പോൾ അത് പൊല്യൂഷൻ ഉണ്ടാവണം, പരിസ്ഥിതിക്ക് ദോഷം ഉണ്ടാവണം, ആവാസ വ്യവസ്ഥയ്ക്ക് ദോഷം ഉണ്ടാവണം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ചിട്ടവട്ടങ്ങൾ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി, ഇതൊക്കെ ഗൂഗിളിലും ChatGPT-യിലും ഒക്കെ ലഭ്യമാവുന്നൊരു കാലമാണ്. ഇതൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കേസെടുക്കണോ വേണ്ടേ എന്നുള്ള നിയമോപദേശം, അതുപോലെ തന്നെ കേസെടുക്കണ്ട എന്നുള്ള ഉപദേശം, പിന്നെ കേസെടുക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നത്. രാജ്യത്തെ നിയമങ്ങൾ, ഈ ലോകത്തെ നിയമങ്ങൾ, സംസ്ഥാന നിയമങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിക്കുക എന്നുള്ളതും സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അറിവാണ്. അതുകൊണ്ട് മാത്രമാണ് നിയമത്തിൻ്റെ ഈ ഭാഗങ്ങളുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്.